വികസന രംഗത്ത് വ്യക്തമായ കാഴ്ചപ്പാടുണ്ടെന്നും നാടിന്റെ വികസന കാര്യങ്ങളിൽ കക്ഷിരാഷ്ട്രീയ വ്യത്യാസമില്ലാതെ എല്ലാവരും ഒരുമിച്ച് നിൽക്കണമെന്നും ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ തങ്കമണി ഇരുകുട്ടി പാണ്ടിപ്പാറ റോഡിന്റെ നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് വുഡ്പെക്കർ ഫർണിഷിംഗ് ആൻഡ് കട്ടപ്പന ബെഡ് സെന്റർ, ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം, കട്ടപ്പന. ഒട്ടേറെ മാറ്റങ്ങൾക്ക് ഇടം കൊടുത്ത പ്രദേശമാണ് കാമാക്ഷി. വിജയിച്ചവരും പരാജയപ്പെട്ടവരും ഒരുമിച്ച് നിന്ന് പ്രവർത്തിച്ചതിനാൽ അടിസ്ഥാന വികസന രംഗത്ത് നിരവധി മാറ്റങ്ങളുണ്ടായി. നിലവിലുള്ള എല്ലാ റോഡുകളും നല്ല രീതിയിലാക്കാൻ സാധിച്ചു. ഏതാനും നാളുകൾക്കുള്ളിൽ റോഡ് വികസനം പൂർണ്ണമാകും. സംസ്ഥാനത്ത് വിദ്യാഭ്യാസ രംഗത്തുണ്ടാകുന്ന മാറ്റങ്ങൾ രാജ്യത്തിന് മാതൃകയാണ്. ബജറ്റിലെ ഏറ്റവും പ്രധാന കാര്യം ഡിഗ്രി വരെയുള്ള വിദ്യാഭ്യാസം സൗജന്യമായി നൽകും എന്നതാണ്. അതുപോലെ തന്നെ എല്ലാ വിഭാഗം ജനങ്ങളെയും ക്ഷേമ പെൻഷന്റെ പരിധിയിൽ കൊണ്ടുവന്നു. എല്ലാ മേഖലയിലും വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടി ഭാവിയിൽ നേട്ടമുണ്ടാകുന്ന തരത്തിലുള്ള വികസനമാണ് സർക്കാർ ആസൂത്രണം ചെയ്യുന്നത്. കട്ടപ്പന തേനി തുരങ്കപാത വിദൂരമല്ല. അതിന്റെ സാധ്യതാ പഠനത്തിന് തുക വകയിരുത്തിയിട്ടുണ്ട്. കട്ടപ്പന ടൂറിസം ഹബ്ബാകുമ്പോൾ അതിൽ കാമാക്ഷിയെയും ഉൾപ്പെടുത്തും. കുടിവെള്ള രംഗത്ത് 800 കോടി രൂപയാണ് മുടക്കുന്നത്. ശുദ്ധീകരണ പ്ലാന്റിന്റെ നിർമ്മാണം അവസാന ഘട്ടത്തിലാണ്. കൂടാതെ അണക്കെട്ടിലെ വെള്ളത്തിനനുസരിച്ച് ഉയർന്നും താഴ്ന്നും വെള്ളം എടുക്കുന്നതിനായുള്ള ഫ്ലോട്ടിംഗ് പമ്പിന്റെയും നിർമ്മാണം പുരോഗമിക്കുകയാണ്. മനുഷ്യസാധ്യമായതെല്ലാം ചെയ്താണ് സർക്കാർ മുന്നേറുന്നതെന്നും മന്ത്രി പറഞ്ഞു. വലിയ സന്തോഷമുണ്ട്. ഈ റോഡിന്റെ പ്രവർത്തനത്തെക്കുറിച്ചും ഇന്നലകളിലെ വിഷയങ്ങളെക്കുറിച്ചൊക്കെ സുഖിച്ചിലൂടെ സൂചിപ്പിച്ചു. ഞാനതിലേക്കൊന്നും കടന്നു പോകാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. തങ്കമണിയെ സംബന്ധിച്ച്, കാമാക്ഷി ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് ഒട്ടേറെ മാറ്റങ്ങൾക്ക് ഇടം കൊടുത്ത ഒരു പ്രദേശമായിട്ടുള്ളത് മാറും. അടിസ്ഥാന ഭൗതിക വികസന രംഗത്ത് എല്ലാ മേഖലയിലും മാറ്റങ്ങളുണ്ടായി. സാർവത്രികമായ മാറ്റങ്ങളുണ്ടായി. നമ്മുടെ നിയോജക മണ്ഡലത്തിലും ജില്ലയിലും ഉണ്ടായി. അതിലൊക്കെ സന്തോഷിക്കുന്ന ഒരു സമൂഹത്തെയാണ് നമ്മൾ കാണുന്നത്. വികസന രംഗത്ത് വ്യക്തമായ കാഴ്ചപ്പാട്. അതിലെ കക്ഷി രാഷ്ട്രീയ ജാതിമത വർഗവർഗ വ്യത്യാസമില്ല. കാമാക്ഷി ഗ്രാമപഞ്ചായത്ത് അംഗം റജി മുക്കാട്ടിൽ യോഗത്തിന് അധ്യക്ഷത വഹിച്ചു. DTPC എക്സിക്യൂട്ടീവ് അംഗം CB വർഗീസ് മുഖ്യപ്രഭാഷണം നടത്തി. ഇടുക്കി പാക്കേജിൽ ഉൾപ്പെടുത്തി 3 കോടി രൂപ ചെലവഴിച്ചാണ് റോഡിന്റെ നിർമ്മാണം. പരിപാടിയിൽ പഞ്ചായത്ത് അംഗം ഷേർലി ജോസഫ്, സ്വാഗത സംഘം കൺവീനർ സിബിച്ചൻ പൗവത്ത്, വിവിധ കക്ഷി രാഷ്ട്രീയ സാമൂഹ്യ നേതാക്കളായ റോമിയോ സെബാസ്റ്റ്യൻ, KV ആന്റണി, MB ജോർജ്, ചെറിയാൻ കട്ടക്കയം തുടങ്ങിയവർ പങ്കെടുത്തു. ഇടുക്കി ലൈവ് ന്യൂസ്, ചെറുതോണി. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് എല്ലാ ഫർണിച്ചറുകൾക്കും വൻ വിലക്കുറവ്. 4 നിലകളിലായി മികച്ച കളക്ഷൻസ്. ബെഡുകൾക്കായി പ്രത്യേക വിഭാഗം. 2400 രൂപ മുതൽ ഗ്യാരണ്ടി ബെഡുകൾ. EMI സൗകര്യം ലഭ്യമാണ്. വുഡ്പെക്കർ ഫർണിഷിംഗ് ആൻഡ് കട്ടപ്പന ബെഡ് സെന്റർ, ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം, കട്ടപ്പന.